എനിക്ക് ഡീലിലെ കുട്ടികൾ മാത്രമൊന്നുമല്ല എൻ്റെ കുട്ടികളായിട്ട് കാണുന്നത്. ഈ സമൂഹത്തിലുള്ള എല്ലാ കുട്ടികളും എൻ്റെ മക്കളാണ്, അടുത്ത തലമുറയാണ്. അവരൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കൾ, നിങ്ങൾ എൻ്റെയൊക്കെ മക്കളാണ്. അവരൊക്കെ അവിടെ ഇങ്ങനെ കണ്ടു, ഇവിടെ ഇങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയ. കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്തിരിക്കാനൊക്കെ അതിനൊക്കെ നമ്മൾക്കിടയിലുള്ള ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ, കുട്ടികളുടെ ജീവിതത്തിൽ ഇൻവോൾവഡ് ആയി കഴിഞ്ഞാൽ കുട്ടികളൊന്നും അങ്ങനെ തെറ്റിലേക്ക് പോകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ചെറുപ്പം തൊട്ട് ആ കുട്ടി ഒരു 8-9 വയസ്സിലൊക്കെയാണ് കുട്ടികൾക്ക് പക്വത എത്തുക. പക്വത മീൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കാനുള്ള കഴിവ് ആ സമയത്തുണ്ട്. ആ സമയത്ത് തന്നെ കുട്ടികളെ ഈ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത്തരത്തിലുള്ള തെറ്റുകളിലേക്കൊന്നും പോകില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് ഡീലിലൂടെ നടത്തുന്നത്. അത് ഈ നേരം വരെ സക്സസ് ആണ്. ഇനി ഇവിടെ നിന്നിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയ ഭയങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. കുട്ടികൾ എന്നോട് പറയാറുണ്ട്, ചില കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ പോലെ ചെയ്യാൻ പറ്റുമോ, അവിടെ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്. അപ്പം ഞാൻ എന്താ ചോദിക്കും, പഠനമാണോ? അല്ല. പേരൻസിനെ ബഹുമാനിക്കണമാണോ? അതല്ല. അല്ലെങ്കിൽ മതപരമായിട്ട് അതുമല്ല. പിന്നെ എന്താണ്? ഇവിടെ കുറച്ച് അടിപൊളി ലൈഫാണ്. അപ്പം ഞാൻ പറയും, മക്കളെ അത് ശരിയല്ല, അടിപൊളി ലൈഫ് ഓവറാകാൻ പാടില്ല, അവിടെ ഡിസ്റ്റൻസ് വേണം. അതൊക്കെ ഞാൻ കുട്ടികളെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി അതാണ്. ഞാൻ ഈ സ്ഥാപനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അതാണ് അവിടെ നടപ്പാക്കാൻ പോണത്.